ഈ ചാനലിൽ ഏറ്റവും കൂടുതൽ കിട്ടിയ റിക്വസ്റ്റ് എന്ന് മാത്രമല്ല ഏറ്റവും ലോങ് ലാസ്റ്റിംഗ് ആയി നിലനിന്ന റിക്വസ്റ്റ് കൂടിയാണ് ഈ ചിത്രത്തിന്റേത്. അപ്പൊ ഈ സിനിമയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ഷാറൂഖ് ഖാൻ ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത് തന്നെ കിങ് ഓഫ് പ്രൊമോഷൻ അല്ലെങ്കിൽ മാസ്റ്റർ മൈൻഡ് ഓഫ് പ്രൊമോഷൻ എന്നൊക്കെയായിരുന്നു. കാരണം മറ്റാരും ചെയ്യാത്തത്രയും ഇന്റൻസ് ആയി പുള്ളി തന്റെ സിനിമകൾക്ക് വേണ്ടി പ്രൊമോഷൻ പരിപാടികൾ നടത്തും. നിങ്ങളിൽ എത്ര പേർ ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല, ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് നമ്മളിങ്ങി കേരളത്തിൽ ഒരു മലയാളം ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചാനൽ ബ്ലാക്ക് ഔട്ട് ആയി ശേഷം വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഇദ്ദേഹം വരും. എന്തിന്? തന്റെ മൈ നെയിം ഈസ് ഖാൻ എന്ന ചിത്രത്തെക്കുറിച്ച് സംസാരിക്കാൻ, എന്ന് വെച്ചാൽ പടത്തിന്റെ പ്രൊമോഷൻ. അപ്പൊ നമ്മുടെ പരിപാടികൾക്കിടയിൽ ഒരു പരസ്യം പറയുന്നത് പോലെ പുള്ളി ഈ സിനിമയെക്കുറിച്ച് വന്ന് പറഞ്ഞിട്ട് പോകും. ഇതാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ചുള്ള ആദ്യത്തെ മെമ്മറി. ഇനി അടുത്ത കാര്യം, യഥാർത്ഥത്തിൽ ഈ ഷാറൂഖ് ഖാൻ എന്ന വ്യക്തി 3 തവണ US ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ വക തന്റെ പേര് കാരണം തടഞ്ഞു നിർത്തപ്പെട്ടിട്ടുണ്ട്. അതിൽ ആദ്യത്തെ സംഭവം നടക്കുന്നത് 2009-ലാണ്. ഈ ചിത്രം പുറത്തിറങ്ങുന്നത് 2010-ലും. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ചിത്രം ഉണ്ടായതെന്നൊരു ഗോസിപ്പ് അക്കാലത്തുണ്ടായിരുന്നു. പക്ഷേ ഈ സംഭവങ്ങൾക്കൊക്കെ മുന്നേ തന്നെ കരൺ ജോഹർ ഈ ഒരു സിനിമ ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയിരുന്നു എന്നും വാർത്തകളുണ്ട്. എനിവേസ്, കമ്മിങ് ടു ദ മൂവി, ഇതൊരിക്കലും ഒരു റെഗുലർ കൊമേഴ്സ്യൽ സിനിമയല്ല. അതിനു പറ്റിയ ചേരുവകൾ ഇതിനകത്ത് ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷെ എന്നിരുന്നാലും ബോറടിപ്പിക്കാതെ മുന്നോട്ടേക്ക് സഞ്ചരിക്കുന്ന ഒരു കഥ ഈ സിനിമയ്ക്കകത്തുണ്ട്. കൂടുതലും ഉള്ളത് ഇമോഷണൽ എലമെന്റ്സ് ആണ്. അതൊക്കെ കൊണ്ട് തന്നെ ഒരു എന്റർടൈൻമെന്റ് സിനിമ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് നമുക്ക് ഈ ചിത്രം സജസ്റ്റ് ചെയ്യാനും സാധിക്കില്ല. ആൻഡ് മറ്റൊരു കാര്യം, ബോളിവുഡിലെ 3 ഖാൻമാരിൽ മറ്റു 2 പേരെക്കാളും സുപ്പീരിയറായി ഞാൻ ഷാറൂഖിനെ കാണുന്നതിന്റെ ഒരു കാരണവും ഇതുപോലുള്ള ചിത്രങ്ങളാണ്. കുറച്ചുകൂടെ വ്യക്തമാക്കിയാൽ, ഈ സിനിമയ്ക്ക് തൊട്ടു മുൻപിറങ്ങിയ അദ്ദേഹത്തിന്റെ ചിത്രം രബ്നെ ബനാദി ജോഡി, ഇതിനുശേഷം ഇറങ്ങുന്നത് രാവൺ, പിന്നെ ഡോൺ 2. അപ്പൊ ലുക്ക് അറ്റ് ദാറ്റ് വേഴ്സറ്റാലിറ്റി. കഥാപാത്രത്തിന്റെ കാര്യത്തിൽ, കഥാപാത്രത്തിന്റെ ലുക്കിന്റെ കാര്യത്തിൽ, ആ കഥയുടെ പശ്ചാത്തലത്തിന്റെ കാര്യത്തിൽ ഇത്രയും വേഴ്സറ്റൈലായ ഒരു സൂപ്പർ സ്റ്റാർ ബോളിവുഡിൽ വേറെ ഇല്ല. എനിവേസ്, ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത ഷാറൂഖിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി പറഞ്ഞുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. പുള്ളി ഒരു തവണ ഒരു പൊതുവേദിയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എന്തെങ്കിലും ഭയങ്കര അഹങ്കാരം കൂടുമ്പോൾ, ഞാനൊരു വലിയ സംഭവമാണെന്ന് തോന്നുമ്പോൾ ഞാൻ നേരെ അമേരിക്കയിലോട്ട് പോകും. കാരണം അവിടെയുള്ള ഇമിഗ്രേഷൻ ഓഫീസേഴ്സിന് അറിയാം എന്നെ എങ്ങനെ അടക്കി നിർത്തണമെന്ന്.